ഈ വല്യമ്മയും ജിന്നും നമ്മൾ ഭയങ്കരമായ പ്രണയത്തിലാവുന്നു. കാരണം അതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മറ്റുള്ളവരെ ആക്രമിച്ചുകൊണ്ട് പോയിന്റുകൾ ഇടാനും പറയാനും കഴിയുന്നവർ ചിലപ്പോഴും പിന്നെ നല്ല ആൾക്കാരായിട്ട് മാറുകയും നമസ്കാരം. എന്നോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിലുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട വെള്ളിയോടനാണ്. വെള്ളിയോടൻ മലയാളം, തമിഴ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, പിന്നെ മറ്റേതൊക്കെ ഭാഷ? അറബിയിലുണ്ട്. അറബി, ഓക്കെ, കന്നഡ. അപ്പം ഈ ഭാഷകളിലെല്ലാം വെള്ളിയോടൻ്റെ പുസ്തകങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഒരുപാട് വർഷമായി പ്രവാസം തുടങ്ങിയിട്ട് അല്ലേ? 20 വർഷം കഴിഞ്ഞു. 20 വർഷം കഴിഞ്ഞു. ഈ 20 വർഷത്തിൽ എപ്പോഴാണ് ഒരു എഴുത്തുകാരൻ്റെ ഒരു റോളിലേക്ക് മനസ്സെത്തിയത്? അല്ല, ഞാനത് ഗൾഫിലൊക്കെ വരുന്നതിന് മുന്നേ തന്നെയും എൻ്റെ ബാല്യത്തിലേ തുടങ്ങിയ ഒരു പ്രക്രിയയാണ് ശരിക്കും എഴുതുക എന്നുള്ളത്. 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മുതൽ തുടങ്ങിയൊരു എഴുത്താണ്. അത് ആരെയും കാണിച്ചില്ലെങ്കിൽ കൂടെയും ഞാൻ എൻ്റെ സ്വകാര്യതയിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗൾഫിൽ വരുന്നതിന് മുന്നേ തന്നെ ആദ്യത്തെ ഒരു പുസ്തകം, ഒരു കഥാസമാഹാരം പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നെ ഷാർജയിലെത്തിയപ്പോൾ കുറേ കൂടെ ഇവിടുത്തെ സാംസ്കാരിക ചുറ്റുപാടുകൾ ഒരുപാട് ഉപകാരപ്രദമായി. അക്ഷരക്കൂട്ടം, പാം പുസ്തകപ്പുര പോലെ സംഘടനകളിലുള്ള പ്രവർത്തനങ്ങൾ, അപ്പോൾ കൂടുതൽ നമുക്ക് പ്രചോദനം കിട്ടുകയും കൂടുതൽ ആ ഒരു മേഖലയിലേക്ക് സജീവമാകാനും കഴിഞ്ഞു എന്നുള്ളത്. സജീവമാകുക എന്നുള്ള ഒരു കുറച്ചുകൂടി നമുക്ക് കൂടുതൽ എഴുതണം, വായിക്കണം എന്നുള്ളൊരു പ്രചോദനം നമ്മൾ ഇവിടുത്തെ സാംസ്കാരിക ചുറ്റുപാടുകൾ സൃഷ്ടിച്ചു. ശരിക്കും ആദ്യമായിട്ട് ഏത് അവാർഡായിരുന്നു കിട്ടിയത്? ആദ്യമായിട്ട് കിട്ടുന്നത് അബുദാബി ശക്തിയുടെ ഒരു കഥാപുരസ്കാരമായിരുന്നു. മുത്ത എന്ന പേരിലൊരു കഥയ്ക്കായിരുന്നു. 2012 കഥയ്ക്ക് കിട്ടുന്നത്. മുത്ത എന്ന പേരിലൊരു കഥയ്ക്ക് അബുദാബി ശക്തി നടത്തിയൊരു ചെറുകഥാ മത്സരം ഉണ്ടായിരുന്നു. അതിനകത്ത് കിട്ടിയിരുന്നു. ഓക്കെ. ഇപ്പോൾ അടുത്ത് ഷാർജ ഇൻ്റർനാഷണൽ അസോസിയേഷൻ്റെ അവിടെ അതിൽ നിന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. അതെ, ബർസക് എന്ന കഥാസമാഹാരത്തിന്, പുസ്തകത്തിന്. അപ്പോൾ അവാർഡുകൾ UAE മാത്രമല്ല, UAEക്ക് പുറത്തുനിന്നും അവാർഡുകൾ താങ്കളെ തേടിയെത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം CPM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു മത്സരത്തിൽ എൻ്റെ ഒരു പിര എന്ന പേരുള്ള കഥയ്ക്കായിരുന്നു 1ാം സ്ഥാനം ഉണ്ടായിരുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് തിരുപ്പൂർ സാഹിത്യ പുരസ്കാരം എൻ്റെ ഒരു കടൽ മരങ്ങളുടെ തമിഴ് വിവർത്തനത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ എഴുത്തും നമ്മുടെ പുരസ്കാരങ്ങളും ഇത് തമ്മിൽ എങ്ങനെ കാണുന്നു? എഴുതുന്ന സമയങ്ങളിൽ നമ്മൾ പുരസ്കാരത്തിന് വേണ്ടിയെന്നോ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കണമെന്നോ ആരെങ്കിലും പ്രസിദ്ധീകരിക്കുമെന്നോ അല്ലെങ്കിൽ ധാരാളം ആളുകൾ വായിക്കുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ എഴുതുന്നത്. അത് നമ്മളെ സ്പർശിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവങ്ങൾ, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന, നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മനസ്സിനകത്ത് നിരന്തരം വെന്തുകൊണ്ടേയിരിക്കും. വെന്ത് ഒടുവിൽ നമുക്കത് പുറത്തെടുക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ സംജാതമാവുകയും അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും എഴുതിപ്പോകേണ്ടി വരികയും ചെയ്യുന്നു. ആ ഒരു പ്രക്രിയയിലാണ് നമ്മൾ എഴുതുന്നത്. പിന്നീട് എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളതിൻ്റെ പ്രായോഗികതയിലേക്ക് ചെല്ലുന്നത്. അത് നമ്മൾ പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുക്കുന്നു, ചില മത്സരങ്ങൾ കാണുമ്പോൾ മത്സരത്തിന് അയച്ചു കൊടുക്കുന്നു, അപ്പോൾ മറ്റ് ഏതെങ്കിലും ആനുകൂല്യങ്ങൾക്കോ അതൊക്കെ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം തന്നെ മത്സരത്തിൽ പങ്കെടുത്തിട്ടാണ്. മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് 100 കണക്കിന് കഥകളോടൊപ്പം അല്ലെങ്കിൽ പുസ്തകങ്ങളോടൊപ്പം മത്സരിച്ചിട്ടാണ് ഓരോന്നിൻ്റെയും പുരസ്കാരങ്ങൾ നമ്മളെ കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ചിലത് കിട്ടും, ചിലത് 2ാം സ്ഥാനവും, ചിലത് 3ാം സ്ഥാനം, ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും, ചിലത് കിട്ടില്ല. അങ്ങനെയൊക്കെ അങ്ങനെ. അപ്പോൾ അതിനെയൊന്നും പ്രത്യേകിച്ച് ഒന്നുമായിട്ട് കാണുന്നില്ല. പക്ഷേ നമുക്കതൊരു പ്രചോദനം കൂടിയാണ്. മാത്രമല്ല നമ്മുടെ കഥകൾ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒരുക്കുക കൂടി ചെയ്യുന്ന ഒന്നാണ്. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ എഴുതാൻ എഴുത്ത് നമ്മളെ ചിന്തകളെയും വികാരങ്ങളെയും സ്വാധീനിക്കുന്ന അനുഭവങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എഴുതി പോകുന്നത്. ശരിക്കും സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാൻ ഇരയോടൊപ്പം അല്ലെങ്കിൽ ഇര വേട്ടക്കാരൻ. ഇതിനെക്കുറിച്ച് വെള്ളിയോടൻ എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുകയും വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണത്, ഇര വേട്ടക്കാരൻ. ഞാൻ ഇരയോടൊപ്പം എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും ആരാണ് യഥാർത്ഥത്തിൽ ഇര, ആരാണ് വേട്ടക്കാരൻ? ഇത് പലപ്പോഴും ചോദ്യമുണ്ട്. നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവർ ചിലപ്പോൾ അവർ ഇരയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അവർ ഇരകളായി മാറ്റപ്പെടുകയും ഇരകളാണെന്ന പൊതുബോധം സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ ഇരകൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു, നിശബ്ദതയിലേക്കോ അല്ലെങ്കിൽ കർട്ടന് പിറകിലേക്കോ മാഞ്ഞു പോകുന്നു. അടുത്തിടെ ഞാൻ വായിച്ചൊരു പുസ്തകം എന്ന് വെച്ചാൽ ഖത്തറിലെ ഷമിന ഹിഷാമിൻ്റെ ഒരു നോവൽ, ഊദ് എന്നൊരു നോവൽ. ഹീര വേട്ടക്കാരൻ എന്ന് പറഞ്ഞൊരു ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി നല്ലൊരു ഉദാഹരണം. അതിനകത്ത്
ഒരു വല്യമ്മയുണ്ട്. വല്യമ്മയെ വളരെ ചെറുപ്പകാലത്ത് ഒരു ജിന്ന് പ്രണയിക്കുന്നുണ്ട്. ഈ വല്യമ്മയും ജിന്നും നമ്മൾ ഭയങ്കരമായ പ്രണയത്തിലാവുന്നു. വല്യമ്മയ്ക്ക് പിന്നെ വല്യമ്മയുടെ വിവാഹം കഴിക്കുന്ന ഭർത്താവ് ഉണ്ടാകുന്നു. പക്ഷെ വല്യമ്മയ്ക്ക് ജിന്നിനോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഭർത്താവ് തൻ്റെ ഭാര്യയായി എനിക്ക് ഇവളെ നഷ്ടപ്പെട്ടുകൂടാന്ന് വിചാരിക്കുന്നു. നഷ്ടപ്പെട്ടുകൂടാന്ന് വിചാരിക്കാൻ വേണ്ടി ഇവളോട് വഴക്കിടുകയോ പിന്നെ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അത് കൂടെ തന്നിൽ നിന്ന് അകന്നു പോകും എന്ന് മനസ്സിലാക്കുന്ന ഭർത്താവ് വല്യപ്പ എന്ത് ചെയ്യുന്നു? ഈ തൻ്റെ ഭാര്യയെ കൂടുതൽ നല്ല രീതിയിൽ പെരുമാറുകയും അവളുടെ വിഷയത്തെ മനസ്സിലാക്കി ജിന്നിനോടുള്ള പ്രണയത്തെ മനസ്സിലാക്കുകയും ഈ ജിന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ ജിന്നിനിട്ട് മാറ്റം അകന്നകന്നു പോകുന്നില്ല. പക്ഷേ ഇയാളുടെ സ്നേഹവും ഒരു ഭാഗത്ത് ജിന്നിനോടുള്ള പ്രണയവും കൊണ്ട് ഈ വലിയ ഭയങ്കരമായ ഒരു അന്തസംഘർഷത്തിൽ ഏർപ്പെടുന്നു. എങ്ങോട്ട് പോകണം? ഇയാളുടെ സ്നേഹത്തെ തിരസ്കരിക്കാൻ കഴിയുന്നില്ല, ജിന്നിനോടുള്ള പ്രണയത്തെയും തിരസ്കരിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ ഈ വെല്ലിപ്പൊരു ബോധപൂർവം തന്ത്രപൂർവ്വം ഒരു കാര്യം ചെയ്യണം. ജിന്നിന് വല്യമ്മയുടെ പ്രണയത്തിലുള്ള ജിന്നിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം വെറ്റിലടക്കം മുറുക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയ വല്യപ്പ എന്ത് ചെയ്യുന്നു? ഈ ഭാര്യയെ കൊണ്ട് വെറ്റിലടക്കം നിരന്തരം വെറ്റിലടക്കം മുറിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നാറ്റം സഹിക്കാൻ കഴിയാതെ പിന്നെ ഈ ജിന്ന് വരികയും വല്യമ്മയോട് വഴക്കിടുകയും ചെയ്യുന്നു. നീ അതിനെ അങ്ങനെ അതിന് അഡിക്റ്റ് ആയിരിക്കുന്ന സ്ത്രീയിൽ നിന്ന് പതിയെ ഈ ജിന്ന് അകന്നു പോവുകയാണ്. ഇതിന് ഈ കഥയുടെ പരിസരം പറഞ്ഞുകൊണ്ട് ഷമിന ഹിഷാം ചോദിക്കുന്ന ചോദ്യം, ഇതിൽ ആരാണ് വേട്ടക്കാരൻ, ആരാണ് ഇരയാണ്? ജിന്നിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വല്യപ്പ ഒരു വേട്ടക്കാരനാണ്, അയാൾ അകറ്റുവാണ്. സത്യത്തിൽ വല്യപ്പയുടെ ഭാഗത്ത് നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് ജിന്ന്. ഈ ഒരു ചോദ്യം ഇപ്പോൾ ഈ ഒരു കാലത്ത് വളരെ പ്രസക്തമായിട്ടാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഞാൻ എപ്പോഴും ഇരയോടൊപ്പം എന്ന് പറയുമ്പോഴും ആരാണ് ഇര എന്ന് സത്യത്തിൽ അറിയില്ല, തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥ ഇപ്പം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. കാരണം അതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മറ്റുള്ളവരെ ആക്രമിച്ചുകൊണ്ട് പോയിന്റുകൾ ഇടാനും പറയാനും കഴിയുന്നവർ ചിലപ്പോഴും പിന്നെ നല്ല ആൾക്കാരായിട്ട് മാറുകയും ഇതിന് അനുസരിച്ച് പ്രതികരിക്കാനോ അല്ലെങ്കിൽ സാമർഥ്യമില്ലാത്ത ആളുകളോ ആണ് ഇപ്പുറത്തുള്ളെങ്കിൽ അവർ തിരസ്കരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർ അപമാനിക്കപ്പെടുകയോ വേട്ടക്കാരായിട്ട് മുദ്രകുത്തപ്പെടുകയാണ്. നമ്മളൊരു മുദ്ര കുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേകത, പിന്നെ ആള് ലോകം മൊത്തം ആളങ്ങനെ വേട്ടക്കാരനായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ നമ്മുടെ പ്രവാസ ലോകത്തൊക്കെ തന്നെ നടക്കുന്ന കാര്യങ്ങൾ എത്രയോ നല്ല എഴുത്തുകാരെ പിന്നെ സാഹിത്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന എഴുത്തുകാർ ഒരു കാര്യങ്ങളും ചെയ്യാത്ത അവരെ ഇങ്ങനെ അവർക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത സുഹൃത്തുക്കളോട് മറ്റവർക്ക് എനിക്ക് നിങ്ങളോട് വെറുപ്പാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് വെറുപ്പുണ്ട്, നിങ്ങളോട് മറ്റൊരാൾ സുഹൃത്ത് ആകാൻ പാടില്ല എന്ന് എനിക്ക് ശാഠ്യം പിടിക്കരുത്. അപ്പോൾ എനിക്ക് ഷാജിയോട് വെറുപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഷാജിയോട് ആരും ഉണ്ടാവരുത്. അപ്പോൾ ഷാജിയോട് ആരൊക്കെ സൗഹൃദത്തിൽ ഏർപ്പെട്ടോ അവരൊക്കെ ഞാൻ പിന്നെ മോശം പരാമർശങ്ങൾ നടത്തി എന്ത് ചെയ്യുന്നു, അവരെ അപമാനിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗങ്ങളൊക്കെ കുറേ കൂടെ നിയന്ത്രിക്കണമെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. കാരണം അതൊരു വസ്തുതാപരമായി ശരിയായിരിക്കണം എല്ലാ കാര്യങ്ങളും. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ ഓരോരുത്തരും അവരവർ തന്നെ സൂക്ഷിക്കുക, അവരവരുടെ മനസാക്ഷിയോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. കറക്റ്റ്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് ഇപ്പം വെള്ളിയോടൻ ഒരു എക്സ് എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും എക്സ് എന്ന് പറയുന്ന ആൾക്കാരുടെ പേര് ഇതിലോട്ട് കൊണ്ടുവരണ്ട എന്നൊരു ഇതും കൂടെ തന്നെയാണ് പറയാണ്. ഇപ്പം ഞാൻ വെള്ളിയോടനോട്ട് സഹകരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അയാൾ പറയണം, അയ്യോ വെള്ളിയോടനോട് സഹകരിക്കരുത്, അയാൾ ഇന്ന പ്രോബ്ലംസ് ഉള്ള ആളാണ്. അപ്പോൾ എന്നെ ഇതെന്ന് സംബന്ധിച്ചിടത്തോളം ഇപ്പം വെള്ളിയോടനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? വെള്ളിയോടൻ മോശക്കാരനാണെന്ന് പറയാൻ താങ്കൾക്ക് എന്തെങ്കിലും സ്വന്തം അനുഭവം ഉണ്ടോ? അല്ല, എനിക്കില്ല, എന്നോട് അങ്ങനെ പെരുമാറൂല, പക്ഷേ മറ്റൊരാൾ എന്നോട് പറഞ്ഞു. അയാൾക്ക് നേരിട്ട് വെള്ളിയോടനുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല, പക്ഷെ അയാൾ സ്വയം ഒരു ഇതെടുത്ത് വെച്ചേക്കാണ്, പരിചയം എടുത്ത് വെച്ചേക്കാണ്. വെള്ളിയോടനോട് മറ്റൊരാൾ പറഞ്ഞു, അയാളോട് ചായക്കും പ്രശ്നം ഉണ്ടാവില്ല, അതും വേറെ ആരോ പറഞ്ഞു. അപ്പൊ നിഗമനങ്ങളിലൂടെ അല്ലെങ്കിൽ ഊഹത്തിലൂടെ അവർ എന്ത് ചെയ്യാണ്? ഇതിന് മറ്റൊരു കാരണം കൂട്ടുണ്ട്. ഈ സാഹിത്യത്തിന് അത് ഇക്കാലത്ത് മാത്രം എല്ലാ കാലത്തും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പം നമ്മളൊരു പഠനം എഴുതുമ്പോൾ ചിലപ്പോൾ എല്ലാവരെയും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു വരില്ല. അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ എഴുതുമ്പോൾ എല്ലാ പുസ്തകങ്ങളെപ്പറ്റി നമുക്ക് റിവ്യൂ എഴുതാൻ സമയവും സാഹചര്യങ്ങളും എല്ലാം ചിലപ്പോൾ നമ്മുടെ പുസ്തകം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ എഴുതാത്തതിൻ്റെ പേരിൽ വെറുപ്പുള്ള കാത്തു സൂക്ഷിക്കുകയും അപ്പം വേറെ ആൾക്കാരുടെ പുസ്തക ചർച്ച നടത്തി എൻ്റെ നടത്തിയില്ല, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ പുസ്തക ചർച്ച നടത്തിയില്ല, എൻ്റെ സുഹൃത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് റിവ്യൂ ചെയ്തില്ല, പരാമർശിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുപ്പുകൾ കാത്തു സൂക്ഷിക്കുകയും അതിൻ്റെ പേരിൽ തികച്ചും നീതിരഹിതമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയായിട്ട് എനിക്ക് തോന്നുന്നു. സോഷ്യൽ മീഡിയ എപ്പോഴും
അതായത് നെഗറ്റീവ് ഇതാണ്, നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നു. അതെ അതെ നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, അതായത് സോഷ്യൽ മീഡിയയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, പക്ഷെ ബാക്ക് സൈഡിൽ നല്ല ഫൈറ്റ് നടക്കുകയാണ്. അതെ അതെ ആ രീതിയിലുള്ള എഴുത്തുകാരൻ എഴുതുക എന്നുള്ളത് അവനവൻ്റെ ഏകാന്തതയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. അതിന് എഴുത്തുകാരനെ ഇപ്പോൾ ആർക്കും അങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടായിരുന്നോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഉദ്ദേശവും ഒരു എഴുത്തുകാരൻ ഉണ്ടാവുകയില്ല, പിന്നെ മറ്റാരെങ്കിലും ചെയ്യണമെന്നില്ല. അവൻ ഏറ്റവും സ്വകാര്യ, ഞാൻ ആദ്യം പറഞ്ഞത് ഏറ്റവും സ്വകാര്യതയിൽ നടക്കുന്നൊരു പ്രക്രിയയാണ്. അവനവൻ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയക്കാരെ പോലെയൊക്കെ വലിയ ജനപിന്തുണ കിട്ടണമെന്നുള്ള ആഗ്രഹമോ അല്ലെങ്കിൽ വാശിയോ ഒന്നും ആവശ്യമില്ല. അവന് എഴുതാൻ കഴിയണേ എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ അവനുണ്ടാവുള്ളൂ. എഴുതാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഏതായാലും വെള്ളിയോടനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. തീർച്ചയായും ഇത് തുടരുകയാണ് ഈ ചർച്ച, ഇതുപോലുള്ള സംസാരം. അപ്പം ഇത്രയും നേരം ഞങ്ങളുമായിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കാണാം. താങ്ക് യു.